ധർമ്മമാർഗത്തിലെ ഹിന്ദുധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ബുധനാഴ്ച നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിന്റെ 131 ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുണ്ടകോപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 3-ാം മുണ്ടകം 1-ാം ഖണ്ഡത്തിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് വേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ബ്രഹ്മ സാക്ഷാത്കാരം ജ്ഞാനത്തിനും അജ്ഞാനത്തിനും അപ്പുറത്ത് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് രാമായണത്തിലെ ചില സംഭവങ്ങളൊക്കെ സൂചിപ്പിച്ചു. തുടർച്ചയായിട്ട് 9-ാം മന്ത്രത്തില് പറയുന്നത്, ഏതൊരു ശരീരത്തിലാണോ പ്രാണവായു 5 വിധത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്, ആ ശരീരത്തിൽ തന്നെ സൂക്ഷ്മമായ ആത്മാവിനെ പരിശുദ്ധമായ മനസ്സുകൊണ്ട് അറിയപ്പെടേണ്ടതാണ്. ഏതൊന്ന് വിശുദ്ധമാകുമ്പോഴാണോ ആത്മാവ് വെളിപ്പെടുന്നത്, ജനങ്ങളുടെ ആ മനസ്സ് മുഴുവൻ ഇന്ദ്രിയങ്ങളോടുകൂടി ആത്മാവിനാൽ പരക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് 9-ാം മന്ത്രത്തിന്റെ ഒരു സാമാന്യമായ താല്പര്യം. അപ്പൊ അതിസൂക്ഷ്മമായ ആത്മസ്വരൂപത്തെ അതിപവിത്രമായ മനസ്സുകൊണ്ട് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ ശരീരത്തിന്റെ ആവശ്യകത എന്താണ് എന്ന് ചിലപ്പോൾ ചിലർക്ക് സംശയമുണ്ടായേക്കാം. അത്തരം സംശയത്തിനുള്ള മറുപടിയും കൂടിയാണ് ഈ മന്ത്രത്തിൽ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായും ഉള്ള സംശയങ്ങൾ കൂടി ദൂരീകരിച്ചുകൊണ്ടാണ് ഈ ഉപനിഷത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രാണാദി വായുക്കളുടെ പ്രവർത്തനത്താൽ, അതായത് പഞ്ചപ്രാണൻ, പ്രധാനമായിട്ടും പഞ്ചപ്രാണൻ, ദശപ്രാണനാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതിൽ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നിങ്ങനെയുള്ള പഞ്ചപ്രാണന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത്തരത്തില് പ്രാണാദി വായുക്കളുടെ പ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്ന, അല്ലെങ്കിൽ പ്രാണാദി വായുക്കളുടെ പ്രവർത്തനത്താൽ സജീവമായിരിക്കുന്ന ഈ സ്ഥൂല ശരീരത്തിൽ വെച്ച് മാത്രമേ മനസ്സിനെ നിർമ്മലമാക്കുവാനും ആത്മാവിനെ സാക്ഷാത്കരിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം മനസ്സ് എന്ന് പറയുന്നത് ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപകരണമായ മനസ്സും മനസ്സിന്റെ ബഹിർഗമന ഉപാധികളായ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് ആത്മാവിനാൽ വ്യാപ്തമായതുകൊണ്ടാണ്. അതിനാൽ ഈ സ്ഥൂല ശരീരത്തെ അവഗണിക്കാതെ ആത്മസാക്ഷാത്കാരത്തിനായി അതിനെ ആധ്യാത്മിക സാധന അനുഷ്ഠാനത്തിനുള്ള ഒരു ഉപാധിയാക്കി തീർക്കണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ശരീരത്തിനുള്ളിലെ സ്ഥിതി ചെയ്യുന്ന ഇന്ദ്രിയങ്ങളുടെ കേന്ദ്രബിന്ദുവായിട്ടുള്ള മനസ്സിനെ ആധ്യാത്മിക സാധന അനുഷ്ഠാനത്താൽ പാകപ്പെടുത്തി, ആ പാകപ്പെടുത്തലിലൂടെ മാത്രമേ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത്തരം പാകപ്പെടുത്തലുകളിലൂടെയുള്ള ദേഹത്യാഗം ആണ് മോക്ഷത്തിന് ഹേതു എന്ന് പറയുന്നത്. കാരണം ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിക്ക് പിന്നെ ശരീരബോധം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രപഞ്ചബോധം തന്നെ ഇല്ലാതെയാവും. കാരണം കാണുന്നതെല്ലാം ആത്മ ചൈതന്യമായിട്ടാണ് പിന്നീട് മാറ്റപ്പെടുന്നത്. അപ്പൊ കാണുന്നതിനെ മുഴുവൻ ബ്രഹ്മമായി സങ്കല്പിക്കാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ, കേൾക്കുന്നത് മുഴുവൻ ബ്രഹ്മവാചകമായി കേൾക്കാൻ സാധിക്കുന്ന മാനസികാവസ്ഥ, സ്പർശനം മുഴുവൻ
ബ്രഹ്മസ്പർശനമായി മാറ്റാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ. ഇത്തരം മാനസികാവസ്ഥകൾ ആത്മസാക്ഷാത്കാരത്തിന്റെ ലക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള പാതയിലാണ് നാം എന്ന് സ്വയം തിരിച്ചറിയിക്കുന്ന ലക്ഷണങ്ങളായിട്ടാണ് കാണേണ്ടത്. ഈശ്വരനെ തന്റെ ഉള്ളിൽ തന്നെ സന്ദർശിക്കാൻ കഴിഞ്ഞാൽ എല്ലാമായി എന്നാണ് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ്. ആ ചൈതന്യാംശം തന്നെയാണ് നമ്മളും എന്നുള്ളത് അഹം ബ്രഹ്മാസ്മി തത്വമസി മുതലായ ഉപനിഷത്ത് വാക്യങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈശ്വരൻ തന്റെ ഉള്ളിലുണ്ട് എന്ന് അറിയാൻ സാധിക്കുക, ആ ഈശ്വരനെ കാണുന്നതിന് വേണ്ടിയാണ് സാധനകൾ മുഴുവൻ അനുഷ്ഠിക്കുന്നത്. ആ സാധനയ്ക്ക് വേണ്ടിയാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിന്റെ പ്രാധാന്യം മനസ്സിലാകും. കാരണം ശരീരത്തിനുള്ളിലാണ്, ശരീരവുമായി ബന്ധപ്പെട്ടാണ് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടാണ് മനസ്സ്. ആ മനസ്സിനെ സാധനകൾ കൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ആത്മ ചൈതന്യത്തെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുക, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ സ്വർണ്ണ പ്രതിമ നമുക്കറിയാം. ഒരു സ്വർണം കൊണ്ടൊരു പ്രതിമ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രതിമ വാർത്തെടുക്കുന്നത് വരെ അതിന്റെ ഒരു അല്ല, ഈ സ്വർണ്ണ പ്രതിമ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കരുക്കൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു അച്ച് എന്ന് പറയാം, ആ അച്ച് ആവശ്യമാണ്. സാമാന്യമായിട്ട് ഈ മൺകരു എന്നാണ് പറയുന്നത്. ഈ മൺകരുവില് ആണ് ഈ സ്വർണം ഉരുക്കി അതിലേക്ക് ഒഴിച്ചിട്ടാണ് പ്രതിമ ഉണ്ടാക്കുന്നത്. പ്രതിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മൺകരു വലിച്ചെറിയാൻ സാധിക്കും, പിന്നീട് അതിന്റെ ആവശ്യമില്ല. ഇതുപോലെയാണ് ഈശ്വര ദർശനം സാധിച്ചാൽ പിന്നെ ഈ ശരീരം നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിനാണ് ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മോക്ഷം ലഭിച്ച ആളുകൾക്ക് പുനർജന്മമില്ല എന്ന് പറയുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ പുനർജന്മമില്ലാത്ത അവസ്ഥയാണ്. പുനർജന്മം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് ജനനത്തിന് ഹേതുവാണ് എന്ന് താല്പര്യം. അപ്പൊ പുനർജന്മമില്ലാത്ത, വീണ്ടും ശരീരം എടുക്കേണ്ടി വരാത്ത അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുന്നത്. എപ്രകാരമാണ് പുഷ്പത്തിന്റെ സുഗന്ധം മൂക്കിന് തിരിച്ചറിയാൻ സാധിക്കുന്നത്, അപ്രകാരം ഈശ്വരനും മനസ്സിന് പ്രത്യക്ഷമാകുന്നു. ഈശ്വരൻ മാനസപ്രത്യക്ഷത്തിന് വിഷയമാകുന്നു, മനസ്സിന് പ്രത്യക്ഷം. പക്ഷെ ഈ മനസ്സിനല്ല, ശുദ്ധ മനസ്സിന് പ്രത്യക്ഷമാകുന്നു. അപ്പോൾ ഈ മനസ്സ് കാണുകയില്ല. വിഷയാസക്തി അല്പമെങ്കിലും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഈ കാര്യം നടക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സ് ശുദ്ധമായാൽ അതിനെ ശുദ്ധ മനസ്സ് എന്നും ശുദ്ധാത്മാവും എന്നും പറയാറുണ്ട്. അപ്പോൾ പൂർണ്ണമായ ശുദ്ധാവസ്ഥയാണ് മോക്ഷമെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായി. അപ്പൊ ഇവിടെ മനസ്സിന്റെ ശുദ്ധി, ആ മനഃശുദ്ധി എന്ന് പറയുന്നത് വിഷയാസക്തി രഹിതമായ അവസ്ഥയാണ്. മനുഷ്യന് പലപ്പോഴും ഇത്തരം വിഷയാസക്തികൾ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ലൗകികന്മാരായ നമുക്കൊക്കെ തന്നെ ഈ വിഷയാസക്തി ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഈ വിഷയാസക്തി എന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിക്കുന്ന മാനസികാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്തരം അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരലാണ് മോക്ഷത്തിനുള്ള പടി എന്ന് പറയുന്നത്. 10-ാം മന്ത്രത്തിൽ പറയുന്നത്, പരിശുദ്ധമായ മനസ്സോടുകൂടിയവൻ ഏത് ലോകത്തെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുവോ ആ ലോകങ്ങളെയും ആ ആഗ്രഹങ്ങളെയും അവൻ ജയിക്കുന്നു.
അതുകൊണ്ട് ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്നവൻ ആത്മജ്ഞാനിയെ തീർച്ചയായിട്ടും ആരാധിക്കേണ്ടവനാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇപ്പൊ മനസ്സിനെ ജയിക്കലാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും പ്രഥമവും അല്ലെങ്കിൽ ഏറ്റവും അന്ത്യവുമായ മാർഗം. മനസ്സാണ് എല്ലാത്തിനും കാരണമായിട്ടുള്ളത്. അപ്പൊ ആ മനസ്സിനെ ജയിക്കുക, ഇന്ദ്രിയങ്ങളെ ജയിക്കുക, അതാണ് മോക്ഷതലത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ചിന്തിക്കാൻ കഴിയാത്തതും മനുഷ്യ മനസ്സിന്റെ അന്യാദൃശവുമായ ശക്തിയാണ് ഇവിടെ വിവരിക്കുന്നത്. ഏകാഗ്രമായ ധ്യാനം കൊണ്ട് ശക്തി മുഴുവൻ കേന്ദ്രീകരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു മനസ്സിന് സാധിക്കാത്തതായി ലോകത്തൊന്നുമില്ല എന്ന് പുരാണത്തിലെ പല കഥകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു. നമ്മുടെ ആശകളെല്ലാം നിഷ്ഫലമായി പോകുന്നത് മനസ്സിന്റെ വിക്ഷേപം കൊണ്ട് ശക്തിയെല്ലാം ചിന്നിച്ചിതറിപ്പോകുന്നത് കൊണ്ടാണ്. ഏകാഗ്രതയിലൂടെ മാത്രമേ അനന്തമായ ശക്തി സംഭരിച്ച് സമഷ്ടി മനസ്സുമായി ഏകീഭവിച്ച് സർവജ്ഞനും സത്യസങ്കല്പനുമായി തീരുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഉപനിഷത്ത് പറയുന്നത്. അത്തരം മാനസിക ശക്തി വളർത്തിയെടുത്തിട്ടുള്ള ഒരുവനാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. ഭക്തന്മാർ ഈശ്വരകൃപയെന്നും വേദാന്തികൾ ആത്മശക്തി എന്നും യോഗികൾ കുണ്ടലിനി ശക്തി എന്നും പറയുന്നതെല്ലാം ഈ ഒരു ശക്തിയെ തന്നെയാണ്. അവനവന്റെ ഉള്ളിലുള്ള ചൈതന്യാംശത്തെ തിരിച്ചറിയലാണ് മോക്ഷത്തിനുള്ള അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിനുള്ള അല്ലെങ്കിൽ പരമാത്മ പ്രാപ്തിക്കുള്ള മാർഗമെന്ന് പറയുന്നത്. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ആദ്യത്തെയും അവസാനത്തെയും മാർഗമായിട്ട് ഉപനിഷത്തുക്കളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അത്തരം മാനസിക ശക്തിയുള്ള ഉടമകൾ എന്താഗ്രഹം അവരുടെ മനസ്സ് വിധിച്ചാലും അപ്പോൾ തന്നെ സഫലമായി തീരും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് മാത്രമല്ല, അങ്ങനെയുള്ള വ്യക്തികളുടെ അനുഗ്രഹം മറ്റുള്ളവർക്ക് ഐശ്വര്യവും ശക്തിയും നൽകുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ളവരെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത്തരം ശുശ്രൂഷകള് നമുക്ക് ഫലപ്രദവും ഗുണകരവുമായി തീരുമെന്നും ഇത്തരണത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നു. ആത്മജ്ഞാനികളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് പോലും ശ്രേഷ്ഠമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ സഗുണാത്മ ജ്ഞാനഫലത്തെ വാഴ്ത്തിക്കൊണ്ട് മുണ്ടകോപനിഷത്തിലെ ഈ അധ്യായം 3-ാം മുണ്ടകം 1-ാം ഖണ്ഡം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തില് ഈ ഖണ്ഡം മുഴുവൻ ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള മാർഗത്തെക്കുറിച്ചും എങ്ങനെയാണ് അത്തരം അവസ്ഥയിലേക്ക് എത്തേണ്ടത് എന്നതിനെക്കുറിച്ചുമുള്ള ചിന്തകളാണ് നമുക്ക് മുന്നിൽ അനാവരണം ചെയ്തിട്ടുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.